ട്രിഗർ എന്ന് പറഞ്ഞാൽ ട്രിഗർ. ഈ ട്രിഗർ നമ്മൾ എപ്പോഴും ഞെക്കിയിട്ട് നമ്മൾ എങ്ങനെ ചരിച്ചെന്ന് പറഞ്ഞാൽ ക്യാമറ എപ്പോഴും സ്റ്റഡി ആയിട്ട് നിൽക്കത്തുള്ളൂ. കണ്ടോ, നമ്മൾ എങ്ങനെ ചെന്നാലും ഇതും നമുക്ക് ഇങ്ങനെ ചരിച്ചാൽ നമുക്ക് ഇങ്ങനെ ചരിക്കാനോ നമുക്കിതൊക്കെ താഴെ ഇന്ന് ചെയ്യാമായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ തന്നെ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഫോണിലാണ് ഡിജിയുടെ ഇത് കിടക്കുന്നത്, ആപ്പ് കിടക്കുന്നത്. അപ്പോൾ അതായിട്ടാണ് കണക്ട് ചെയ്തത്, വേറെ ഫോണിലായിട്ട് അത് നമ്മൾ കണക്ട് ചെയ്തില്ല. അതുകൊണ്ട് അപ്പോൾ ഗൈസ്, ലൈറ്റ് റൂം സ്റ്റുഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മൾ ചെറിയ രീതിയിൽ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഷോർട്ട് ഫിലിമിൻ്റെ ഒരു എപ്പിക് ഷോട്ട് നമ്മൾ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്, നമ്മളൊരു ചെറിയൊരു ട്രിക്ക് എന്തൊക്കെയാണ് അത് കാണിക്കുന്നത്. അത്ര വലിയ സെറ്റപ്പ് സംഭവമൊന്നുമല്ല, നമ്മുടെ ചെറിയ സെറ്റപ്പിലൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വോയിഡ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൻ്റെ അതിലൊരു ഓപ്പണിംഗ് ഷോട്ടുണ്ട്. അത് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്, അത് കുറച്ച് റിസ്കി ഷോട്ടുണ്ട്. അപ്പം നമ്മുടെ കയ്യിലുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മളത് എങ്ങനെ ഷൂട്ട് ചെയ്യുന്നതാണ് ഈ വീഡിയോക്ക് അത് കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഷോട്ടെന്ന് പറയുന്നത് ഈ വീടിൻ്റെ ആ ജനൽ കണ്ടോ, ആ ജനലിൽ ഈ വോയിഡ് എന്ന് പറഞ്ഞാൽ അതിൽ മെയിൻ ഒരു ക്യാരക്ടർ, ഉള്ളൂ. അപ്പം മെയിൻ ക്യാരക്ടർ അവിടെ ഇരുന്ന് എഴുതുന്നു, അവിടെ ഇരുന്ന് ബുക്ക് എഴുതുന്നതാണ് നമ്മൾ ഷോട്ടെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ട് ഒരു നിലാവിൻ്റെ വെളിച്ചത്തിൽ എടുക്കുന്നതാണ് ഷോട്ടെന്ന് പറയുന്നത്. ഷൂട്ടിൽ വിനോദിയേട്ടനുണ്ട്, ജോൺസണുണ്ട്, വിഷ്ണുണ്ട്. നമ്മൾ ഇത്രയും പേരാണ് എടുക്കുന്നത്. ഒരു ചെറിയ ഷോട്ടേ ഉള്ളൂ, ഒറ്റൊരാൾ ചെയ്യേണ്ട ഒരു ഷോട്ടേ ഉള്ളൂ. അപ്പം നമ്മൾ അതാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് എടുക്കുന്നത്, എന്തൊക്കെയാണ് ടെക്നിക്സ് എന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ അവിടെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്, നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് വെക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഒരു വൈഡ് അവിടം വരെ ഒരു മൊത്തത്തിൽ ബാക്കിലേക്ക് ഇങ്ങനെ ഫുള്ള് കവർ ചെയ്തിട്ട് ഒരു നീല വെളിച്ചത്തിൽ നമ്മൾ ഈ സംഭവം സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യും. എന്നിട്ട് നമ്മൾ അവിടെ ഇരുന്ന് ഒരാൾ എഴുതുന്നതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ പടിയുടെ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ റൂം സെറ്റ് ചെയ്യണം. അതായത് റൂമെന്ന് പറയുമ്പോൾ കാണിച്ചു തരാം. ആ ഒരു ഷോട്ടെന്ന് പറയുന്നത് ഈ കട്ടിലെടുത്ത് അവിടെ ഇടണം, കട്ടിലെടുത്ത് ഇവിടെ ഇടണം. എന്നിട്ട് ആ മേശ എടുത്ത് ഇവിടെ ഇടണം. ശരിക്കും നമ്മുടെ ഷോട്ടിൽ ഇതല്ല വെക്കുന്നത്, അതായത് ശരിക്കും നമ്മൾ വേറെ ഡെസ്ക്കാണ് യൂസ് ചെയ്തത്. അപ്പം നമ്മൾ ജസ്റ്റ് പുറത്തുനിന്നുള്ളൊരു ഷോട്ട് ആയതുകൊണ്ട് മാത്രം നമ്മൾ ഈ ഒരു രീതിയിൽ സെറ്റപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ ഒരു ഫ്രെയിം എന്ന് പറയുന്നത്. ഇതാണ് ഫ്രെയിം. അതായത് അവിടെ മേശ വെക്കും, ഇവിടെ ലൈറ്റ് കിടക്കും. നമ്മൾ പുറത്തുനിന്നാണ് ഷോട്ട് എടുക്കുന്നത്. അപ്പം അത് ഏറ്റവും വലിയ കോമഡി. നമ്മൾ എങ്ങനെ ഷോട്ട് എടുക്കും എന്നുള്ളത് കമ്പ് വെച്ച് കെട്ടിയിട്ട് ഗിംബലൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാക്കി വീഡിയോ നമുക്ക് അതിനകത്ത് നമ്മളിത് ഒരു ഷോട്ട് ഇടാൻ പറയും. നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ, ഈ ഗിംബൽ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ മെനക്കുള്ള പരിപാടി. കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു. ഞങ്ങളിത് ഓർഡർ ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞ അന്ന് തന്നെ നമുക്ക് പണി കിട്ടി. കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. ഞാനൊരു പടത്തിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തപ്പം കുറച്ച് ദിവസങ്ങൾ മാത്രം നമ്മളിത് യൂസ് ചെയ്തുള്ളൊരു പരിചയമുള്ളായിരുന്നു. അപ്പം അത് കഴിഞ്ഞ 2 വർഷം മുമ്പ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് അറിയാലോ. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല പരിപാടിയാണ്. ഇതിൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക്, ഇതിൻ്റെ അലൈൻമെൻറ്റ് കംപ്ലീറ്റ് പോകും. കാരണം ഇത് അത്ര വലിയ വിലയൊന്നുമില്ല. അപ്പം നമ്മളിത് ആദ്യം ഇത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കറക്റ്റ് ആക്കണം. ഇതിങ്ങനെ നിൽക്കണം ഈ സാധനം, അല്ലെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു സാധനം കിട്ടത്തുള്ളൂ. അതായത് കറക്റ്റായിട്ട് ഇത് അലൈൻമെൻറ്റ് കറക്റ്റായിരിക്കണം, അല്ലെങ്കിൽ ഈ സാധനം നിൽക്കത്തില്ല. ഇത് നമ്മൾ കറക്റ്റായിട്ട് ഇത് ക്യാമറ ഇങ്ങനെ നിൽക്കണം. അതായത് ആദ്യം നമ്മൾ മേളിലോട്ട് നോക്കുമ്പോഴത്തേക്കിന് ക്യാമറ ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ നിൽക്കണം, ഇങ്ങനെ സ്റ്റെബിലൈസ് ആവണം. അന്നെങ്കിൽ മാത്രം നമുക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. നമ്മൾ വന്ന ഉടനെ എവിടെയൊക്കെ പിടിച്ച് ഞെക്കിയിട്ട് ഞങ്ങൾ കണ്ട ക്യാമറമാരെയും വീഡിയോഗ്രാഫർമാരെല്ലാം വിളിക്കുക, വിളിച്ച് അവസാനം ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കോട്ടയത്ത് ക്യാമറ സ്കാൻ എന്ന് പറഞ്ഞ കടയിൽ കൊണ്ടുപോയി ഇത് റെഡിയാക്കുമായിരുന്നു. അങ്ങനെയാണ് ഈ സാധനം സെറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ സ്റ്റെബിലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ക്യാമറ ഇങ്ങനെ നിൽക്കണം. അങ്ങനെയാണ് ആദ്യം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നിൽക്കണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലോക്ക് ഓഫ് ആക്കിയിട്ട് നമ്മൾ ഇതിങ്ങനെ ബാലൻസ് ആയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോക്കാണ്. ഈ ലോക്ക് മാറ്റുമ്പോൾ ഇതിങ്ങനെ ചരിയും. അപ്പോൾ നമ്മൾ ഇത് വീണ്ടും ബാലൻസ് ചെയ്യണം. കാരണം ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് ബാലൻസ് ചെയ്തെങ്കിൽ മാത്രം നമുക്ക് എന്താ പറയുന്നത്, ഇത് ക്യാമറ ഓൺ ആക്കുമ്പോൾ സ്റ്റെബിലൈസ് ആകും. ഈ ക്യാമറ അല്ല, ഈ ഗിംബൽ ഓൺ ആക്കുമ്പോൾ സ്റ്റെബിലൈസ് ആകും. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഈ ഗിംബൽ ഓൺ ആക്കിയിട്ട് ഇത് ചെയ്യരുത്. ഗിംബൽ കംപ്ലീറ്റ് അതിൻ്റെ മോട്ടറും സ്റ്റെബിലിറ്റി എല്ലാം. അപ്പോൾ ഞങ്ങൾ ആദ്യം അങ്ങനെയൊക്കെ ചെയ്ത് ക്യാമറ ഒന്നുമില്ല, ഞങ്ങൾ ആദ്യം ഓൺ ആക്കി. അന്നേരം സാധനം പിന്നെ ഇത് സ്പോർട്ട് മോഡ് എന്ന് പറഞ്ഞൊരു മോഡിലേക്ക് വരും. അപ്പോൾ ഇതിപ്പോൾ അത് കറക്റ്റാണ്. ഇങ്ങനെ സ്റ്റെബിലൈസ് ആണ്. അത് നമ്മളിവിടെ ലോക്ക് ഉണ്ട്. അപ്പോൾ നമ്മളെ ലോക്ക് കറക്റ്റായിട്ട് ഇടണം. അടിയിലത്തെ ലോക്കല്ല, 2 ലോക്കുണ്ട്. അപ്പോൾ നമ്മൾ ലോക്ക് കറക്റ്റാക്കി വെക്കണം. പിന്നെ മൂന്നാമത് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളിത് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ താക്കുമ്പോൾ നമ്മൾ ഈ ക്യാമറ ചരിക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ കറങ്ങരുത്. അപ്പം നമ്മൾ അതുപോലെ തന്നെ
സ്റ്റെബിലൈസ് ചെയ്യണം. മീൻസ് അതായത് ഇത് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുണ്ട്, ഇവിടെ ലോക്കുണ്ട്, ഈ ലോക്ക് മാറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ ഒരിക്കലും ക്യാമറ ചരിയരുത്. നമ്മൾ ഇത് കുറച്ച് ബാക്കിലോട്ട് സ്ലൈഡ് ചെയ്യണം. സ്ലൈഡ് ചെയ്തിട്ട് ക്യാമറ ഇങ്ങനെ തന്നെ നിൽക്കണം. നമ്മൾ ചരിക്കുമ്പോൾ നമ്മളത് ക്യാമറ ഇങ്ങനെ നോക്കണം. അന്നേരം സ്റ്റെബിലൈസ് ആക്കണം. നമ്മളിത് ഇവിടെ സ്റ്റെബിലൈസ് ചെയ്യണം, ഇവിടെ സ്റ്റെബിലൈസ് ചെയ്യണം, ഇവിടെ നോക്കണം, ഇവിടെ നോക്കണം. അപ്പോൾ നമ്മളിവിടെ ലാസ്റ്റ് ലോക്ക് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ ആ ലാസ്റ്റിൽ ഇങ്ങനെ വെക്കുക, ലോക്ക് ഇടുക. ഇതാണ് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പം ഇത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ എപ്പോഴും ഗിംബൽ ഓൺ ആക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ സകലമാന സാധനവും അടിച്ചു പോകും, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളിത് ഓൺ ആക്കുമ്പോൾ ക്യാമറ സ്റ്റെബിലൈസ് ആവുമെന്ന് നോക്കണം. ഇത് നമ്മളിത് ചാർജ് ഉണ്ടോ? ചാർജ് 70 സംതിങ് ഉണ്ട് കണ്ടോ. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യേണ്ട. ഇത് ഇത്രയും ചെയ്തെങ്കിൽ മാത്രം നമ്മളിത് മസ്റ്റായിട്ട് നമ്മളിത് റെഡി ആക്കാവുള്ളൂ കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അടുത്ത ടെക്നിക്കാണ് നമ്മുടെ മെയിൻ ടെക്നിക്ക്. അതാണ് ഒത്തെങ്കിലേ ഒക്കത്തുള്ളൂ. ഇതാണ് നമ്മുടെ പരിപാടി. അപ്പം ഇത് ചെയ്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളിതിനകത്തൊരു കാലിബ്രേഷൻ എന്നൊരു സംഭവമുണ്ട്, കാണിച്ചു തരാം. എപ്പോഴും നമ്മൾ ഈ ഗിംബലൊക്കെ ഏറ്റവും ബേസിക് നമ്മൾ എപ്പോഴും കറക്റ്റായിട്ട് ക്യാമറ അല്ലെ ഗിംബ ഇങ്ങനെ വെച്ച് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്ത് നമ്മൾ ഓൺ ആക്കുമ്പം നമ്മൾ എപ്പോഴും ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പരന്ന സ്ഥലത്തായിട്ട് കൃത്യമായിട്ട് ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് മാത്രം നമ്മൾ ഇത് വെച്ചിട്ട് ഇത് റെഡി ആക്കുള്ളൂ. അല്ലെങ്കിൽ ഇത് സ്റ്റെബിലൈസ് ആവത്തില്ല. പിന്നെ നമ്മൾ ഗിംബൽ ഓൺ ആക്കി നമ്മൾ ഫസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിൽ കാലിബ്രേഷൻ എന്നൊരു പരിപാടിയുണ്ട്. അത് ഞെക്കിച്ചിട്ട് സ്റ്റാർട്ട് കാലിബ്രേഷൻ ചെയ്യുമ്പോൾ ഇതിങ്ങനെ തന്നെത്താൻ വൈബ്രേഷൻ ആയിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു എന്താണോ നമുക്ക് വേണ്ടത് അത് കറക്റ്റായിട്ട് ഈ മെഷീൻ തന്നെ ഈ ഒരു ഗിംബൽ തന്നെത്താൻ അത് റെഡി ആക്കി തരും. അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി തന്നെ. അപ്പോൾ ഇതിപ്പം ഓക്കെയാണ്. നമ്മൾ അടുത്ത് ചെയ്യേണ്ട പരിപാടി ഇതിപ്പം ഓക്കെയാണ്. കാലിബ്രേഷൻ കംപ്ലീറ്റ് ആണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. കാലിബ്രേഷൻ അത് പോയി കേട്ടോ. കാലിബ്രേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാക്ക് അടിക്കുക. ഇനിയാണ് നമ്മുടെ മെയിൻ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മളത് കാണിച്ചു തരാം കറക്റ്റായിട്ട്. ജസ്റ്റ് ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. അതായത് ഇവിടെയാണ് നമ്മൾ ഇത് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇത് നമ്മൾ ട്രിഗർ എന്ന് പറയുന്നത്. ട്രിഗർ ഈ ട്രിഗർ നമ്മൾ എപ്പോഴും ഞെക്കിയിട്ട് നമ്മൾ എങ്ങനെ ചരിച്ചെന്ന് പറഞ്ഞാൽ ക്യാമറ എപ്പോഴും സ്റ്റഡി ആയിട്ട് നിൽക്കത്തുള്ളൂ. കണ്ടോ, നമ്മൾ എങ്ങനെ ചെന്നാലും ക്യാമറ എപ്പോഴും സ്റ്റഡി ആയിട്ട് നിൽക്കത്തുള്ളൂ. അതേസമയം നമ്മൾ ട്രിഗറിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നാലും ക്യാമറ അതിനനുസരിച്ച് പോകും. കണ്ടോ, അതാണ് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ. പിന്നെ ഇത് വേറെ സംഭവമാണ്. ഇത് നമുക്ക് സൈഡ് റോൾ എന്ന് പറയും. ഇതിങ്ങനെ റോൾ ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ട് റോൾ ചെയ്യും. പിന്നെ ഇതിന്റെ ഈ സാധനം ഈ ബട്ടൺ തന്നെ നമുക്ക് ഇവിടെയും കിട്ടും. ഇതിന് ഏകദേശം ഒരു ട്രിഗർ പോലുള്ള സംഭവമാണ്. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ ചരിച്ചാൽ നമുക്ക് ഇങ്ങനെ ചരിക്കാനോ താഴോട്ടും വേണ്ട. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ആൾക്കാർ പറഞ്ഞത് സ്പാനിങ് എന്ന് പറഞ്ഞാൽ ഇത് റൈറ്റ് പാൻ ഉണ്ട്, ലെഫ്റ്റ് പാൻ ഉണ്ട്, ടിൽ അപ്പ് ഉണ്ട്, ടിൽ ഡൗൺ ഉണ്ട്. ഇതെന്ന് പറയുന്നത് ടിൽ അപ്പ് ആണ്, ടിൽ ഡൗൺ എന്ന് പറയും. ഇത് പാനിങ് എന്ന് പറയും. രണ്ട് സൈഡുണ്ട്, സൈഡ് ടു സൈഡ് പാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കാലിബ്രേഷൻ ചെയ്യാനുള്ള പരിപാടി. ഇതാണ് കാലിബ്രേഷൻ ചെയ്യുന്നത്. പക്ഷേ ഈ സ്റ്റാർട്ട് കാലിബ്രേഷൻ നമ്മൾ ഇപ്പോൾ അടിക്കില്ല. കാരണം നമ്മൾ കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ കറക്റ്റ് ആ ഒരു നല്ല നിരപ്പുള്ള ഒരു ഭാഗത്തിൽ മാത്രമേ കാലിബ്രേഷൻ ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കി നമുക്ക് ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ഓഫ് ആക്കുക. സംഭവം നമ്മളിപ്പോൾ നിലവിലിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓഫാക്കി വെക്കുക കേട്ടോ. ഞാനത് ഓഫാക്കുന്നുണ്ടോ. പരിപാടി ഇത്രേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ വേറെ എന്താണ്, ചെറിയൊരു ടെക്നിക്കാണ്. അതായത് ഈ സാധനമുണ്ട്. ഈ സാധനം ഇത് നമ്മുടെ ഗിംബലിന് അടിയിൽ വെക്കുന്ന ഹാൻഡിലാണ്. നമ്മൾ ഇങ്ങനെ പിടിക്കുന്ന ഹാൻഡിലാണ്. അപ്പോൾ ആ ഹാൻഡിൽ നമ്മളൊരു മുളയുടെ കമ്പേ കെട്ടി വെച്ചിരിക്കുന്നത്. നമുക്കിപ്പം അത്ര ഹൈറ്റിലെടുക്കാൻ വേണ്ടി ജിബ്ബലോ പരിപാടിയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിലവിൽ നമ്മുടെ ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ അത്ര ഹൈറ്റിൽ നമ്മൾ ഇതിങ്ങനെ കെട്ടി വെച്ചിട്ട് അത്ര ഹൈറ്റിൽ ഇങ്ങനെ പൊക്കി കൈ കൊണ്ട് പിടിക്കാമെന്നാണ് നമ്മൾ ഒരു ഐഡിയ ആണ്. പക്ഷേ താഴെ വീണ് കഴിഞ്ഞാൽ പരിപാടി തീരും. കാരണം ഒരു 1.5 ലക്ഷം രൂപ അങ്ങ് പോകും. കാരണം ഗിംബലും പോകും, ക്യാമറയും പോകും. അപ്പം നമ്മളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് അങ്ങ് ചെയ്യുന്ന പരിപാടിയാണ്. നമുക്ക് ആ ഒരു ഷോട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഏറ്റവും നല്ലതായിട്ട് കിട്ടുവാണ് അത്രയും നല്ലതെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പം അവിടെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്, ഇവിടെ ബാക്കിൽ ലൈറ്റ് വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ലൈറ്റിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാം. നമ്മൾ ഷോർട്ട് ഫിലിമാണ്, സിനിമയാണ്, ലൈറ്റിൻ്റെ കളികളാണ് മൊത്തം. കിട്ടിയിരുന്നില്ല, ലൈറ്റിൻ്റെ കളികളാണ് ഫുൾ. അപ്പം നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ലൈറ്റ് ഇട്ട് നമ്മൾ എടുക്കണം. അല്ലെങ്കിൽ കണ്ടമാനം ഗ്രെയിംസ് ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന നേരത്തെ തന്നെ ഗ്രെയിംസ് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പം നമ്മളത് ക്യാമറ ഷൂട്ട് ചെയ്യുന്നില്ല. കാരണം നമുക്ക് ക്യാമറ ഇതിൽ വെക്കാനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ക്യാമറ ഷൂട്ട് ചെയ്യാതെ നമ്മളിത് സെറ്റ് ചെയ്യുവാണ്. ബാക്കി ഇത് നല്ലൊരു ടൈറ്റ് കിടണം. ടൈറ്റ് കിട്ടിയില്ലെങ്കിൽ എല്ലാം താഴോട്ട് മറിഞ്ഞു വീഴും. വലിയ പിന്നെ എന്നാലും നമ്മൾ നല്ലത് സൂക്ഷിക്കും. നമ്മളിത് മറ്റേ ഗിംബലിൻ്റെ ആ ഒരു ഹാൻഡിലാണ് കേട്ടോ. നല്ല രീതിയിൽ സൂക്ഷിക്കും. നമ്മളിത് ഗിംബൽ പുതിയതായിട്ട് മേടിച്ചതേ ഉള്ളൂ, പോയാൽ പോകും. അതുകൊണ്ട് നമ്മളത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുവാണ്. അപ്പം അവിടെയാണ് മേളിൽ നമ്മുടെ റൂം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിത് ഗിംബിൾ സെറ്റ് ചെയ്യാൻ ഒരുപാട് പാടുണ്ട്. നമ്മളത്
പഠിച്ച പണി 18 നോക്കിയിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. കാരണം ഞങ്ങൾ അഞ്ഞിനാട്ടോ. അപ്പം നമ്മളത് പല രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്തിട്ടത് റെഡി ആയില്ല. കാരണം ഞങ്ങൾ കുറേ ക്യാമറമാർ അതുപോലെ തന്നെ ഞങ്ങൾ കുറേ ആൾക്കാർ വിളിച്ചു പോയി എന്താ സ്പോർട്സ് മോഡിൽ കിടക്കുന്നത്. കാരണം ഞാൻ എവിടെയും പിടിച്ച് എനിക്കിപ്പം 5 പ്രാവശ്യം സ്കിപ്പ് ചെയ്തപ്പോഴത്തേന് പിന്നെ സ്കാനർ മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് ഞങ്ങൾ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എടാ നിൽക്കണം, അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് ഞാൻ പറഞ്ഞു നേരത്തെ ഇത് കഴിഞ്ഞിട്ട് പരിപാടി കഴിഞ്ഞിട്ട് പോകണുണ്ട്. അപ്പം അത് പോകണം. എല്ലാം നമുക്ക് ടൈറ്റ് ഷെഡ്യൂളാണ് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഒറ്റ ഷോട്ട് നമ്മൾ നിലവിൽ എടുക്കുന്നുള്ളൂ. അത് നമ്മൾ നല്ല വൃത്തിക്ക് എടുക്കാൻ വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളത് സെറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഏകദേശം റെഡിയായി. അപ്പോൾ നമ്മൾ 2 ലൈറ്റും വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എങ്ങനെ നമുക്ക് അറിയത്തില്ല എങ്ങനെ വരും എന്നുള്ളത്. കറക്റ്റ് ലൈറ്റൊക്കെ ഓഫ് ആക്കി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ഔട്ട്പുട്ട് കിട്ടുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അനിയനോട്ട് പോയി. അപ്പോൾ നമ്മളത് റെഡിയായിട്ട് നല്ല വൃത്തിയായിട്ട് ചെയ്യണം. അപ്പം വിനോദിയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്, വിഷ്ണു ഇരിപ്പുണ്ട്. വിഷ്ണു എന്തെല്ലാം പറയടാ. വിഷ്ണുവാണ് ഇതിൻ്റെ മെയിൻ നടൻ കേട്ടോ. അപ്പം നമ്മളിത് ജസ്റ്റ് ഒരു രീതിയിലെടുക്കുന്ന വിഷ്ണു എന്തെങ്കിലും പറ. എനിക്കിത് ഏറ്റവും എക്സ്പീരിയൻസ് ആട്ടോ. നല്ലൊരു ഇവനാണ് ഇതിലെ മെയിൻ ആളാണ്. അപ്പൊ ഇവനാണ് ഇതിലെ എന്താ പറയുന്നത്, ഇവനാണ് ഇതിലെ മെയിൻ ആണ്. ഇപ്പൊ ഇവനാണ് ആ ഒരു മേളിൽ അവിടെ ഇരുന്ന് അഭിനയിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇത് അത്യാവശ്യം നല്ല ഉറപ്പായിട്ട് കിട്ടും. പക്ഷെ നമുക്കൊരു ഓർത്തില്ലെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ബാക്കി പരിപാടി നമുക്ക് നോക്കാം. അടാ ഇനി ബാക്കി എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് ഓഫ് ആക്കണം. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. പിടിച്ചേ. അപ്പോൾ നമുക്കിനി ചെയ്യണ വരുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. ഈ ലൈറ്റിൽ എടാ എന്നെ കാണാമോ നോക്കിയാൽ? എടാ എന്നെ കാണാമോ? കാണത്തില്ലേ? കറക്റ്റ് അല്ലേ? അതായത് ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. അതാണ് നമ്മുടെ ആ ജെല്ലിലാണ്, അവിടെ ആ റൂമിലാണ് വിഷ്ണു ഒക്കെ ഇരിക്കുന്നത്. വിഷ്ണു ഇരിക്കുന്നത് അവിടെ, ആ ഒരു ക്യാരക്ടർ അവിടെ ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് അവിടെ വച്ചിരിക്കുന്ന ഒരു നീല വെട്ടവും ഇവിടെ വച്ചിരിക്കുന്ന ഒരു ലൈറ്റും, ഇത് രണ്ടും മാത്രം കൊടുത്ത് നമ്മൾ ആ ഷോട്ട് എടുക്കുന്നത്. ബാക്കി നമുക്കത് എടുക്കാൻ നേരത്ത് നോക്കാം. കാരണം ഇത് ഇച്ചിരി പരിപാടിയുള്ള സംഭവമാണ്. അപ്പം നമുക്ക് ഈ ഗിംബൽ ഇത് പോയി കഴിഞ്ഞാൽ താഴെ പിടിച്ചോണം. പോകത്തില്ല, പക്ഷേ ജോൺസ് ഒരു വിശ്വാസം നിന്നാൽ മതി. ഇത് അങ്ങനെ ഓടിയല്ലേ, നോക്കട്ടെ. പിടിക്കുമ്പോൾ എന്നെ ഒഴിക്കാം. ചേട്ടൻ ഇവിടെ ചേട്ടൻ അവിടെ നിന്നിട്ട് ഇവിടെ വന്നേ. ഇതിന് ചോട്ട് ചെയ്യുന്നേ ഇവിടെ കിട്ടത്തില്ലേ? കിട്ടുമെന്ന് തോന്നുന്നു, അറിയില്ല. ഷെയ്ഡിൽ നിന്ന് കിട്ടത്തില്ല കേട്ടോ. ബാക്കിലോട്ട് ലെൻസ് നേരെയാക്കണ്ടടാ. ലെൻസ് നേരെയാക്കണം. അതായില്ല ഞാൻ പറയാം. അത് ലാഡർ വെച്ചിട്ടേ, ലാഡർ വെച്ച് നമ്മൾ ലാഡറിൽ കയറുന്ന എൻ്റെ മുഖം കാണത്തില്ല ഇവിടെ. അപ്പോൾ ലാഡർ വെച്ച് ലാഡറിൽ കയറുന്ന ഫോക്കസ് ചെയ്യണം, എന്നെങ്കിൽ മാത്രമേ നമുക്കിത് ഫോക്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് എവിടെ വരെ വരും? ഞാൻ സൈഡിലോട്ട് ഇടാം. ഈ സാധനം ഈ സൈഡിലോട്ട് ഇടാം. സൈഡിലിടാം. കറക്റ്റും ഇവിടെ കൊണ്ട് വണ്ടി വെച്ചോണ്ടോ എങ്ങനെ ഷോട്ട് എടുക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെയാണ് സാധനം എടുക്കുന്നത്. കാരണം ഇതൊരു മുളയാണ്. മുളയുടെ കമ്പി നമ്മൾ ഈ കയറ് വെച്ച് കെട്ടിയിട്ട് ആ ഗിംബലിലെ ഹാൻഡിൽ കെട്ടി വെച്ചിട്ട് ഗിംബൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് എടുക്കുന്ന കേട്ടോ. ഇങ്ങിരുന്നാലും മതി, അതിനിങ്ങിരുന്നാലും മതി നമുക്ക്. നമ്മളെന്നിട്ട് ട്രിഗർ ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കും കേട്ടോ. ട്രിഗർ എന്ത് ചെയ്യാം? ട്രിഗർ നമുക്ക് ജസ്റ്റ് ഒരു കയറ് വെച്ചിട്ട് നമുക്ക് ഒറ്റൊരു കെട്ട് കേട്ടോ. അല്ലാതെ നമുക്ക് വേറെ ഒരു നിവൃത്തിയില്ല നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ട്രിഗർ നമ്മൾ ഒറ്റൊരു കയറിട്ട് നമ്മൾ ചെറിയൊരു കെട്ട് കെട്ടി കൊടുക്കാം. ഒന്ന് സെറ്റ് ചെയ്യുവാണ്. വേറെ നിവർത്തിയില്ല നമുക്ക്. ക്യാമറ തിരിഞ്ഞു പോയോടാ? ഇല്ല, ക്യാമറ തല തിരിഞ്ഞടാ. ഇല്ലടാ, ക്യാമറ തല തിരിഞ്ഞായിരിക്കുന്നു. തിരിഞ്ഞില്ല, നേരെയാ. ഓളാ പൊട്ടാ, ക്യാമറ തല തിരിഞ്ഞായിരിക്കുന്നത്. ശരി, ഇത് താഴെ വേണം. വിട്ട മാറിപ്പോയി. ഗൈസ്, നമുക്കൊരു അബദ്ധം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡിജിയുടെ ഈ ഒരു ഗിംബലിൻ്റെ കൺട്രോൾ ഈ ഷൂട്ട് ചെയ്യുന്ന ഫോണിലായിരുന്നു. അപ്പം നമുക്ക് കൺട്രോൾ ചെയ്യാണ്ട് ബ്ലൂടൂത്ത് ഒന്നും പറ്റില്ല. നമുക്ക് മാനുവലായിട്ട് തന്നെ ലാഡറിൽ കയറി സെറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ മണ്ടയിൽ കയറിയിട്ട് നമുക്ക് മാനുവലായിട്ട് തന്നെ ഇത് ഇതിലെ ഷോട്ടാണ്. ഇങ്ങനെ വെക്കാണ് ക്യാമറ. ഇങ്ങനെ വാക്കത്തില്ല, ഇങ്ങനെ നമ്മൾ പറ്റാവുന്നതെല്ലാം പയറ്റി നോക്കുക കേട്ടോ. ഇപ്പോൾ ക്യാമറ റെക്കോർഡിങ് വിട്ടേ. റെക്കോർഡിങ് ആണ് നമ്മളത് അല്ലേ? കാണുന്നില്ലേ? ഇഷ്ടം കാണത്തില്ല. ഓക്കെ അല്ലേ? ഇരിക്കാം അവിടെ. ഓക്കെ ഓക്കെ.
കാണത്തില്ലടാ നമ്മളിതിൻ്റെ ഇതല്ലടാ വീഡിയോ കാണാവോ? വന്നോ സ്ക്രീൻ വന്നോ? എങ്ങനെ പറ സ്റ്റാർട്ടഡ് പറ. പൊക്കണോ? മതിയോ? മതിയോ? നീ ബാക്കിലോട്ട് ഓക്കെ, ബാക്കിലോട്ട് ഓക്കെ. വീടിൻ്റെ വൈഡ് കാണുന്നോളം വരെ പോകാൻ പറ്റുമോ? ക്യാമറ വൈഡ് കാണുമോ? വൈഡ് കാണാം, പക്ഷേ ഒരു സൈഡ് മാത്രമേ കാണത്തുള്ളൂ. ആണോ? സെന്റർ കാണത്തില്ല. ഇപ്പൊ സെന്റർ കാണാം. ഓക്കെ ആണോ? ഇപ്പൊ സെന്റർ കാണാം. അതാണോ? ഇപ്പൊ സെന്റർ കാണാം. റെക്കോർഡ് ചെയ്താലോ? അങ്ങനെ റെക്കോർഡ് ഇങ്ങോട്ടുണ്ടോ? റെക്കോർഡ് ചെയ്യുന്ന പണി പാളിയാട്ടോ. റെക്കോർഡ് ചെയ്യണം നമ്മളിതെല്ലാം. ഇല്ല അത് ഈ വണ്ടിയൊക്കെ ഞാൻ പറഞ്ഞ വണ്ടി എടുത്ത് മാറ്റണമെന്ന്. എന്നാൽ റെക്കോർഡ് ചെയ്യട്ടോ നമുക്ക്. ഇത് എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? അടിഭാഗത്തോട്ടോ. നമ്മൾ ക്യാമറ തിരിഞ്ഞു പോയി അതാണ് റെക്കോർഡ് ചെയ്യുന്നത്. റെക്കോർഡിങ് അല്ലടാ നോക്കി നമ്മളല്ലേ. ഫോക്കസ് ചെയ്യണോ? ഫോക്കസ് ആണോ? ഓട്ടോ ഫോക്കസ് ആവും. നമ്മൾ ഫോക്കസ് ചെയ്യണ്ട. അല്ലെങ്കിൽ നമുക്കിതൊക്കെ താഴെ ഇന്ന് ചെയ്യാമായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ തന്നെ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഫോണിലാണ് ഡിജിയുടെ ഇത് കിടക്കുന്നത്, ആപ്പ് കിടക്കുന്നത്. അപ്പോൾ അതായിട്ടാണ് കണക്ട് ചെയ്തിരുന്നത്. വേറെ ഫോണിലായിട്ട് അത് നമ്മൾ കണക്ട് ചെയ്തില്ല. അതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് നിങ്ങളത് റെഡിയാണ് ഷൂട്ട് ചെയ്തോ? ടെൻഷനാണ്. കാരണം വെച്ചാൽ നമുക്ക് ഒരു വഴിക്ക് പോകണം. അപ്പോൾ പോകേണ്ടതുകൊണ്ട് സർവീസർ നോക്കിയാണേ. അപ്പോൾ നമുക്കൊരു വഴിക്ക് പോകേണ്ടതുകൊണ്ട് നമ്മളിത് കറക്റ്റായിട്ടാണിത് ചെയ്തില്ലെങ്കിൽ പരിപാടി നടക്കത്തില്ല. അങ്ങനെയൊക്കെ ഇച്ചിരി നിന്റെ മുഖം കാണട്ടെ. ആക്ഷൻ. അപ്പോൾ ഗൈസ് കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമുക്ക് ആ ഒരു എപ്പിക് ഷോട്ട് കിട്ടിയിട്ടുണ്ട്. അത് കുറേ പണിപ്പെട്ട് നമ്മുടെ പർദ്ദ വന്ന് പരിപ്പളകി തന്നെ പറയാം. ബാക്കിൽ അവരിത് ഊരി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് സെറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കൊരു എപ്പിക് ഷോട്ടാണ്, നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വെട്ടം വെച്ച് അവിടെ കാണുന്ന നീല വെട്ടം വെച്ചിട്ടാണ് നമ്മൾ റെഡി ആക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഷോട്ട് നമുക്കിത് കാണിക്കാം കേട്ടോ. നമുക്കിതിൻ്റെ വീഡിയോയുടെ അവസാനം അല്ലെങ്കിൽ നമ്മുടെ ഷോർട്ട് ഫിലിമിൻ്റെ അത് ഫസ്റ്റ് ഓപ്പണിംഗ് ഷോട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതാണ്. അത് വർക്കായെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പിന്നെ അറിയാമല്ലോ നമ്മുടെ ഒരു ഉള്ള ഒരു എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഗിംബലൊക്കെ ചെയ്യുന്നത് ജിബ് എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഫുൾ ഫ്രെയിം ഗിംബലൊക്കെ ചെയ്യുന്ന പരിപാടി. അപ്പോൾ നമ്മൾ നമ്മുടെ ചെറിയൊരു ടെക്നിക്ക് വെച്ചിട്ട് മുളക്കം പോച്ച് കെട്ടി ഷൂട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ ഗുഡ് ബൈ.